ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക്. സർ, സാർ, എൻ്റെ മകൻ വിഷ്ണു 10ാം തരം വിദ്യാർത്ഥിയാണ്. കണക്കൊഴികെ എല്ലാ വിഷയങ്ങളിലും അവൻ സാമാന്യം മിടുക്കനാണ്. കണക്കിന് അവൻ തീർത്തും പിന്നിലായതുകൊണ്ട് അവന് ക്ലാസ്സിൽ കയറുവാൻ സാധിക്കുന്നില്ല. കണക്കിന് തോൽക്കുകയും അതുവഴി 10ാം തരം പാസ്സാകാതെ വരികയും ചെയ്യുമെന്ന ഭയത്താലും സമ്മർദ്ദത്താലും അവന് ഊണും ഉറക്കവുമില്ല. ആയതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ മകനെ കണക്ക് വിഷയത്തിൽ നിന്നൊഴിവാക്കി മറ്റു വിഷയങ്ങളുടെ മാർക്ക് പരിഗണിച്ച് 10ാം തരം വിജയിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് രക്ഷിതാവ് സത്യശീലൻ. ഒപ്പിടണ്ടേ? അല്ല ഏട്ടാ, ഇങ്ങനെയൊക്കെ എഴുതി അയച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ അവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം കണക്കൊക്കെ ഒഴിവാക്കി തരുമോ? അങ്ങനെയൊക്കെ ചെയ്യൂ? അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മളങ്ങോട്ട് ചെയ്തു എന്ന് വിചാരിക്കും. എങ്ങാനും ചിലപ്പോ ഇതിനങ്ങനെ കിട്ടിയാലോ നമ്മുടെ മോൻ രക്ഷപ്പെടും. ബാക്കി തുടർന്ന് വരണ ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഇതിപ്പോ ചിലപ്പോ മന്ത്രി അറിയാത്തോണ്ടായിരിക്കും അല്ലേ? അറിയാത്തത് കൊണ്ടാവുന്നത്. കാരണം കുട്ടിക്ക് ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. അതിലൊക്കെ നന്നായിട്ട് അറിയാൻ ചെയ്യാൻ നന്നായിട്ട് ഒരു മാർക്കും വാങ്ങും. ഇത് ഈ കുരുത്തം കെട്ട കണക്ക് മനസ്സിലെത്ത് കയറാത്ത കണക്ക് പഠിപ്പിക്കാൻ നിൽക്കേണ്ട എന്ത് കാര്യമുണ്ട്? അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചാ പോരെ? അതന്നെ. ഇപ്പൊ എത്ര ആള് രക്ഷപ്പെടും? മന്ത്രി എന്നെ ഇത് വായിച്ചാ മതിയായിരുന്നു. അതൊക്കെ വായിക്കും. എന്തായാലും നേരിട്ടാണ് കൊടുക്കാണ്ട് പോസ്റ്റ് ചെയ്യല്ലേ. സത്യം എന്ത് വഴിക്കുന്നത്? നല്ല ആളരാവട്ടെ നിങ്ങള്. അപ്പൊ നിങ്ങളെ നമ്മുടെ കടയിൽ ഏൽപ്പിച്ചിട്ടല്ലേ ഞാനൊരു വഴിക്ക് പോയത്? അതെ. അതേന്ന് പറഞ്ഞാ അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കണ്ടേ? ഇവിടെ എന്തെന്ന് ആര് കൊണ്ടിട്ടുണ്ട്? ഇന്ന് ഈ 2 ഉള്ളി ആട്ടി കൊണ്ടോണ്ട്. ഇതൊക്കെ ആളുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. പൈസ കൊടുത്തിട്ട് മേടിച്ചതല്ലേ? അത് ഇതൊന്നും ആരും കേൾക്കൂല. ഞാൻ വെറുതെ ഇവിടെ നിൽക്കണ്ടേ, കുത്തിയിരിക്കണ്ടേ, ഒന്നുമില്ല. ഇവിടെ ഒരു മിസ്റ്ററും കൂടെ കൊടുക്കാൻ ഞാൻ കൊടുക്കണം. എന്താളാണ് നിങ്ങള്? അയ്യോ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ മോൻ കഞ്ചാവ് അടിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞു? അതിന്റെ ആൾക്കാരെല്ലാം പറഞ്ഞു ഒരാളെ നട്ടുച്ചക്കാടം മലന്ന് കിടക്കുമ്പോ ആൾക്കാരെല്ലാം പറഞ്ഞു അത് കഞ്ചാവാന്ന്. നട്ടുച്ചക്ക് അവിടെ മലന്ന് കിടക്കണവരൊക്കെ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരാ? അല്ല, ആടെ കിടക്കുന്നവരെ അധികം അങ്ങനത്തെ ആളാണ്. ഞാൻ ചോദിക്കണ അതല്ല. നിങ്ങൾ അവൻ കഞ്ചാവ് അടിക്കുന്നത് കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് പറയണത്? അവര് പറയുന്നതല്ലേ ഞാൻ വന്ന് പറയില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ട് പറയാൻ പറ്റുക? സത്യന്റെ മോനെ കുറിച്ച് താരക്കേട്ടില്ലല്ല. അതെ, അവൻ കഞ്ചാവ് അടിച്ചോ ഒന്നുമല്ല. അവന് ഈ കണക്ക് കൃത്യമായിട്ട് മനസ്സിലാവണില്ല. കണക്കില്ലേ, സ്കൂളിലെ കണക്ക് അത് മനസ്സിലാവണില്ല. അപ്പൊ അതിലാകെ ഇങ്ങനെ ഒഴറി നടക്കണ ചെക്കൻ. അതാണ് പ്രശ്നം. അല്ലാണ്ട് കഞ്ചാവും കിഞ്ചാവൊന്നുമല്ല. അതെന്തിനാ വെയിലിൽ നട്ടുച്ചക്കാടെ പോയി കിടക്കുന്ന? നിങ്ങളിത് വേറെ ആരോടെങ്കിലും പോയി പറഞ്ഞാ? ഞാൻ കുറച്ചാളോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പം എന്ത് മാറ്റി പറയണ? മാറ്റി പറയേണ്ടി വരും. അപ്പൊ എന്തിനാ അവന് കണക്ക് പഠിപ്പിച്ചുവിടാനാ? കണക്കോ പഠിപ്പിക്കുന്നുണ്ട്. നീ അതൊന്നും പറയണ്ട. എനിക്ക് 1 കിലോ ഉള്ളിയോട്ട് എത്ര ഉള്ളിക്ക് പൈസ? ഉള്ളിക്ക് 50 റുപ്യ. 50 റുപ്യ? 50 റുപ്യ എന്തിനിപ്പൊ നീ ഇങ്ങനെ എന്തെങ്കിലും പറയല? 50 റുപ്യ ഉണ്ടാ? എന്റെ രാഗേട്ട, അത് ഞാൻ കൂട്ടണതല്ല. ഇപ്പൊ 2 റുപ്യ കുറഞ്ഞതാണ്. ഞാൻ 45 കഴിഞ്ഞ ആഴ്ച ഞാൻ 45 റുപ്യ കാർന്ന് മേടിച്ചു. മേടിച്ചോളി. അത് അങ്ങനെയുണ്ട്. നാട്ടിലൊരു കച്ച് കരിഞ്ഞല്ലേ? അല്ല, ഇതെന്താ ഉള്ളിക്ക് 50 റുപ്യ? 50 റുപ്യ? 50 റുപ്യ ഇല്ല.
നല്ല വില കൂടുതലായിരുന്നേ, ഇപ്പൊ കുറഞ്ഞോ? കുറഞ്ഞു. വില കൂടുതല. ഇപ്പം ഇവിടെ മാത്രല്ല, എല്ലായിടത്തും വില കൂടുതലാണ്. സാധനങ്ങൾക്ക് വില. 50 റുപ്യ. അപ്പന്റെ രാഘവട്ട 2 റുപ്യ കുറഞ്ഞതാണ്. അതെ, വില കൂടുതലാണ് ഇപ്പൊ. എന്താ നിങ്ങള് പറഞ്ഞോളൂ, ആലോചിച്ചൊക്കെ. എന്റെ ചെറുപ്പത്തില് സത്യമായി ആലോചിച്ചോക്ക്, 1 കിലോ അരി 3.25 റുപ്യക്ക് മേടിച്ചിട്ടുണ്ട് ഞാൻ. റേഷനരിയാ? റേഷനരി അല്ല, നല്ല അസല മട്ട ചെമ്പാട അരി 3.25 റുപ്യക്ക് മേടിച്ചിട്ടുണ്ട് ഞാന്. ഇപ്പൊ ആ അരിക്ക് ഇപ്പൊ 65 റുപ്യ വില. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, 3.25 റുപ്യത്തിന് 65ലേക്ക് എത്തണമെങ്കിൽ. അതാണ് കാലം. അതേമാതിരി ഗ്യാസിന്റെ വില എന്താണ് ഇപ്പൊ? ഗ്യാസ് എന്റെ ചെറുപ്പത്തില് 3 റുപ്യ കിട്ടിയിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ഗ്യാസ് ഇല്ല, എങ്ങനെ വയറ്റിലെ ഗ്യാസേ ഇല്ലു, വേറെ ഗ്യാസ് എങ്ങനെ ഗ്യാസ് കയറാണ്ടിരിക്കണം? നിങ്ങൾ ആലോചിച്ചൊക്കെ എന്താ തിന്നാനുള്ളത് നമുക്കൊക്കെ. ഇന്നത്തെ കുട്ടികളുടെ മാതിരി ചിക്കൻ 65 ചിക്കൻ മറ്റു പുറത്ത് നമ്മക്കുണ്ടോ? എവിടുന്നൊക്കെ ഉണ്ട് 10-11 കുട്ടികളുണ്ടാവും അവര് വീട്ടില്. നമുക്കൊക്കെ ഈ ചക്കട മണി, ചക്ക വരുമ്പോ ചക്ക, മാങ്ങ വരുമ്പോ മാങ്ങ. ഇനിയിപ്പോ വല്ല പപ്പായ അവകായ പറമ്പിലുണ്ട് ചത്. ഇതൊക്കെ ആരപ്പ ചോറൊക്കെ കണ്ടമാനം തിന്നേക്കണേ? ഒരു കഞ്ഞി വെച്ചരും, അതിന്റെ കൂടെ ഒരു ഒറ്റ പാത്രം ചക്ക കൂട്ടാനും. കഞ്ഞിയിലൊക്കെ കയ്യിലിട്ടിങ്ങനെ ഇളക്കി ഒരു പറ്റിങ്ങനെ അല്ലാണ്ട് ചോറൊന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ഗ്യാസ് കയറാണ്ടിരിക്കണേ? ഈ ചക്കട മടലേ എന്റെ ഉമ്മ കാട്ടിയിരുന്ന് ഇപ്പോഴും ആലോചിക്കും ഞാന്. ചക്ക അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മടല് വരെ വിടൂല. ആദ്യം ചവണി കളയും, പിന്നെ ഈ ചക്കട മുള്ളുണ്ടല്ലോ അങ്ങനെ ചെത്തി കളഞ്ഞിട്ട് അതിന്റെ നടുക്കുന്നുള്ള കഷ്ണം അങ്ങനെ ആക്കിയിട്ട് എന്താ ഉപ്പേരിയൊക്കെ തിന്നാളെ ആലോചിച്ചു. അല്ല, ഇതുകൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ വിശപ്പടിക്കുന്നത്. അല്ലാണ്ട് ആരപ്പ അരി 3.25 റുപ്യക്ക് അന്ന് ആ അരി മേടിക്കാനുള്ള കാര്യം നമ്മുടെ ഇതില്ലല്ലോ. അന്നത്തെ കാലം അതാണ്. എന്താ വേണ്ട, എടുക്കണോ വേണ്ടേ? വേണിപ്പൊ മേടിച്ചോളാം. ഇനിയിപ്പോ 1 മണിക്കൂർ ഒരു കത്തുണ്ട്. ബാങ്കിൽ ഒരടവെങ്ങാനായിട്ട് തെറ്റിയാണ്ടല്ലോ, പിന്നെ ജപ്തി ഭീഷണിയാണ്. ശരിയായി. ബാങ്കിൽ നല്ലാന്ന് തോന്നുന്നു. ഫ്രം അഡ്രസ് കണ്ടിട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തോന്നുന്നു. മന്ത്രിയുടെ ഓഫീസ്? എടാ ചങ്ങായി, സത്യവും ഇജന്റെ കുട്ടിയുടെ കാര്യത്തിന് ഒരു കത്ത് എഴുതിയിരുന്നില്ലേ മന്ത്രിക്ക്? എന്നാ അതിന്റെ മറുപടി ആവും, നോക്കി നോക്കാം. അതൊക്കെ എത്ര പെട്ടെന്ന് വരുമോ? അതൊക്കെ ഒരാഴ്ചയിലുള്ളൂ. പറയാൻ പറ്റില്ല. സത്യയുടെ ഈ കത്തും കൂടെ ഒന്ന് കൊടുത്തേക്കാവോ? ഇതെന്താ? നമ്മുടെ സത്യന്റെയും ഷീലയുടെയാ, നമ്മുടെ പറമ്പിലുള്ള സത്യന്റെ. ഓക്കെ, ഒന്ന് കൊടുത്തേക്കണേ. പോസ്റ്റ്മാൻ നീയാണോ അതോ ഞാനാണോ? അത് കുന്നിന്റെ മേലെ കയറാൻ വയ്യ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൊത്തത്തില് സത്യന്മാരുടെ കഥ തോന്നുന്നു. അതാണ് പാട്. ഇതേ ഞാൻ മോന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് മന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നേ. അപ്പൊ അതിന്റെ മറുപടിയാവും. അതിനല്ലേ? എന്താ പറയണേ? അതെ, സംഗതി മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കാന്ന്. എന്തെങ്കിലും കാര്യം എന്തായാലും മൂപ്പര് അന്വേഷിക്കും.